ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് എടുക്കുന്നത് ഡിസംബർ 10 മുതൽ 15 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിന്നു മണി എന്ന് പറഞ്ഞിട്ട് ഒരു ഫീമെയിൽ ഇന്ത്യൻ ക്രിക്കറ്ററിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സജ്ന സജീവൻ എന്ന് പറയുന്ന ഒരു വിമൻ ക്രിക്കറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മുടെ മുംബൈ ഇന്ത്യൻസിന്റെ 2024 വിമൻ പ്രീമിയർ ലീഗ്സിലേക്ക് വിമൻസ് പ്രീമിയർ ലീഗിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഓപ്ഷൻ ചെയ്തെടുക്കപ്പെട്ട മലയാളിയായ ക്രിക്കറ്ററാണ് സഞ്ജന സജീവൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ WPL വിമൻസ് പ്രീമിയർ ലീഗിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടാമത്തെ കുറിച്യ ട്രൈബിൽ നിന്നുള്ള രണ്ടാമത്തെ ക്രിക്കറ്റർ കൂടിയാണ് സജ്ന സജീവൻ. വയനാട് തന്നെയാണ്. ആദ്യമായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് ആദിവാസി കമ്മ്യൂണിറ്റിയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് വിമൻസ് പ്രീമിയർ ലീഗിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് മിന്നു മണിയാണ്. മിന്നു മണിയും വയനാട് തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന വനിതയാണ്. ഓക്കെ, ഇപ്പൊ സജ്ന സജീവൻ പേര് ഓർത്തിരിക്കുക. രണ്ടുപേരും സജ്ന സജീവനും മിന്നു മണിയും രണ്ടുപേരും ആരാണ്? ക്രിക്കറ്റേഴ്സ് ആണ്. വിമൻസ് പ്രീമിയർ ലീഗിലേക്ക് എലക്ട് ചെയ്യപ്പെട്ട കേരളത്തിൽ നിന്നുള്ള വനിതാ താരങ്ങളാണ്. രണ്ടുപേരും കുറിച്യ കമ്മ്യൂണിറ്റിയിലാണ് ബിലോങ് ചെയ്തിരിക്കുന്നത്. വയനാടാണ് രണ്ടുപേരുടെയും സ്വദേശം. ഓക്കെ, അപ്പൊ ഇതില് സജ്ന സജീവനെ എലക്ട് ചെയ്തിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ വിമൻസ് പ്രീമിയർ ലീഗിലേക്കാണ്. അടുത്ത് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2023 ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ നിലവിലെ സ്ഥാനം എന്ന് പറയുന്നത് 7ാം സ്ഥാനമാണ്. ഓക്കെ, 7ാം സ്ഥാനമാണ്. മുൻ വർഷം ഇത് 8ാം സ്ഥാനത്തായിരുന്നു. 2023 ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിന്റെ സ്ഥാനം, ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 7ാം സ്ഥാനമാണ്. നമ്മുടെ ജർമ്മൻ വാച്ച് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ ന്യൂ ക്ലൈമറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ ക്ലൈമറ്റ് ആക്ഷൻ നെറ്റ്വർക്കും കൂടി ചേർന്നാണ് ഈ ഒരു ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ജർമ്മൻ വാച്ചിന് മാത്രം സ്റ്റേറ്റ്മെന്റ് തന്നാലും അത് ശരിയായിരിക്കും. അപ്പം ഓർത്തിരിക്കുക, ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത് ആരൊക്കെയാണ്? അത് ജർമ്മൻ വാച്ചും അതുപോലെ ന്യൂ ക്ലൈമറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെ ക്ലൈമറ്റ് ആക്ഷൻ നെറ്റ്വർക്കും കൂടി ചേർന്നാണ്. ഏത് വർഷം മുതൽ? 2005 മുതലാണ് ഈ ഇൻഡെക്സ് പുറത്തുവിടാനായിട്ട് തുടങ്ങിയത്. ഏകദേശം 450ഓളം ക്ലൈമറ്റ് ആൻഡ് എനർജി എക്സ്പേർട്സുകൾ ചേർന്നാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. നമ്മുടെ ഇത്തവണത്തെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 28 COP28 അതിന്റെ വേദി ദുബായ് UAE ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അവിടെ വെച്ചിട്ടാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് പുറത്തുവിട്ടിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിന്റെ ആ ഒരു ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന ആദ്യത്തെ 3 ഇതിലും ഒരു രാജ്യങ്ങളും വന്നിട്ടില്ല. അതായത് ആദ്യത്തെ 3 പൊസിഷനിൽ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഈ 3 പൊസിഷനിലും ഒരു രാജ്യങ്ങളും വന്നിട്ടില്ല. 4ാമത്തെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഡെൻമാർക്കാണ്. ഓക്കെ, ഡെൻമാർക്കാണ് 4ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ഒരു രാജ്യങ്ങളും ആദ്യത്തെ 3 സ്ഥാനങ്ങൾ ഒക്കുപ്പൈ ചെയ്തിട്ടില്ല. രണ്ടാമത് എസ്റ്റോണിയ, അതായത് 5ാം സ്ഥാനത്താണ് എസ്റ്റോണിയ. 3ാം സ്ഥാനത്ത്, അതായത് 6ാമത്തെ പൊസിഷനിൽ ഫിലിപ്പൈൻസും. ഇന്ത്യയാണ് 7ാമത്തെ പൊസിഷൻ. അതായത് ഇന്ത്യക്ക് മുന്നിൽ 3 രാജ്യങ്ങൾ ടോപ്പിൽ വരുന്നുള്ളൂ: ഡെൻമാർക്ക്, എസ്റ്റോണിയ, ഫിലിപ്പൈൻസ്. 7ാമത് നിൽക്കുന്നത് ഇന്ത്യയാണ്. അപ്പം ഓർത്തിരിക്കുക, ഇന്ത്യയുടെ ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ 2014 ഇതിന്റെ പൊസിഷൻ ഇന്ത്യ 31ാം സ്ഥാനത്തായിരുന്നു. അവിടെ നിന്നാണ് 2023 ആയപ്പോഴേക്കും ഇന്ത്യ 7ാം സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞത്. ഇന്ത്യയുടെ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ,
അടുത്തത് നമ്മുടെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ. ഈ വെറ്റിനറി ഹോസ്പിറ്റൽസിലെ കറപ്ഷൻസും കാര്യങ്ങളും ഒക്കെ കണ്ടെത്താനായിട്ട് ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ വെറ്റ് സ്കാൻ എന്ന് പറയുന്നത്. സർക്കാർ മൃഗാശുപത്രികളിലെ കറപ്ഷൻ കണ്ടെത്താനായിട്ട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടത്തിയ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ വെറ്റ് സ്കാൻ എന്ന് പറയുന്നത്. അതായത് ചില വെറ്ററിനറി ഡോക്ടേഴ്സ് ഇല്ലീഗൽ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നും പ്രൈവറ്റ് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും ഒക്കെ മെഡിസിൻസും ഈ മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസും വാക്സിൻസും ഒക്കെ വാങ്ങിച്ചിട്ട് അത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ കൂടിയ വിലയ്ക്ക് വിൽക്കുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. അടുത്തത് ന്യൂക്ലിയർ എനർജി സമ്മിറ്റ് ആണ്. ആദ്യത്തെ ഇതുവരെ ഉള്ളതിൽ വെച്ചിട്ട് ആദ്യത്തെ ന്യൂക്ലിയർ എനർജി സമ്മിറ്റ് നടക്കാൻ പോകുന്നത് ബെൽജിയത്തിന്റെ ക്യാപിറ്റലായ ബ്രസൽസിൽ വെച്ചിട്ടാണ്. മാർച്ച് 2024 ഇത് നടക്കുന്നത്. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും ബെൽജിയവും കൂടി സംയുക്തമായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ആദ്യമായിട്ട് നടക്കുന്ന ഈ ന്യൂക്ലിയർ എനർജി സമ്മിറ്റ്. അതുപോലെ ഒരു പോയിന്റും കൂടി ഓർത്തിരിക്കുക, ഇത്തവണത്തെ ദുബായിൽ വെച്ച് നടന്ന അല്ലെങ്കിൽ UAE വെച്ച് നടന്ന UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് COP28 ആദ്യമായിട്ട് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അവരുടെ ഒരു പവിലിയൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പവിലിയന്റെ പേര് ആറ്റംസ് ഫോർ ക്ലൈമറ്റ് എന്നാണ്. ആറ്റംസ് ഫോർ ക്ലൈമറ്റ്. അപ്പൊ ആറ്റംസ് ഫോർ ക്ലൈമറ്റ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ദുബായിൽ വെച്ച് നടന്ന COP28 ഓപ്പൺ ചെയ്ത ഒരു പവിലിയന്റെ പേരാണ്. ഇതിന്റെ ഈ പവിലിയന്റെ മെയിൻ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലൈമറ്റ് ക്രൈസിസ് മിറ്റിഗേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതുമായിട്ട് താദാത്മ്യം പ്രാപിക്കാൻ അഡാപ്റ്റ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ന്യൂക്ലിയർ ടെക്നോളജി അതിന്റെ ആപ്ലിക്കേഷൻസ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം അതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തവണ അവർ ആദ്യമായിട്ടൊരു പവിലിയൻ COP28 ഓപ്പൺ ചെയ്തത്. അടുത്തൊരു അവാർഡാണ്. ഇറ്റലിയുടെ തന്നെ ഒരു ഹയസ്റ്റ് സിവിലിയൻ ഓണർ ആണ് ഓർഡർ ഓഫ് മെറിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ 2023 ഓർഡർ ഓഫ് മെറിറ്റ്, ഇറ്റാലിയൻ ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ ഓർഡർ ഓഫ് മെറിറ്റ് കിട്ടിയിരിക്കുന്നത് ഒരു വെറ്ററൻ ആക്ടറിനാണ്. കിരൺ ബേദി എന്നാണ് ആക്ടറിന്റെ പേര്. കബീർ ബേദി കേട്ടോ, കബീർ ബേദി. ഇന്ത്യയും വിയറ്റ്നാമുമായിട്ടുള്ള ജോയിന്റ് മിലിറ്ററി എക്സസൈസിന്റെ പേരാണ് വിൻ ബാക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ 2023 വിൻ ബാക്സിന്റെ വേദി വിയറ്റ്നാമിലെ ഹനോയിൽ വെച്ചിട്ടാണ്. അപ്പൊ വിൻ ബാക്സ് നടക്കുന്നത് എവിടെയാണ്? വിയറ്റ്നാമിലെ ഹനോയിൽ വെച്ചിട്ടാണ് വിൻ ബാക്സ് ജോയിന്റ് മിലിറ്ററി എക്സസൈസ് നടക്കുന്നത്. അടുത്തത് 2 പുതിയ ചീഫ് മിനിസ്റ്റേഴ്സ് ആണ്. മധ്യപ്രദേശിന്റെ പുതിയ ചീഫ് മിനിസ്റ്റർ ആയിട്ട് എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന മോഹൻ യാദവ് ആണ്. അതുപോലെ ഛത്തീസ്ഗഡിന്റെ പുതിയ ചീഫ് മിനിസ്റ്റർ വിഷ്ണു ദിയോ സായിയുമാണ്. അപ്പൊ മോഹൻ യാദവ് മധ്യപ്രദേശിന്റെയും ഛത്തീസ്ഗഡിന്റേത് വിഷ്ണു ദിയോ സായിയുമാണ്. കഴിഞ്ഞ 25 വർഷത്തെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യപ്പെട്ട അത്ലറ്റ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കഴിഞ്ഞ 25 വർഷത്തിന്റെ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ ഗൂഗിൾ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്ത അത്ലറ്റ് ആരാണ് ഗൂഗിളിൽ? അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ. പുതിയ UN നേഷൻ ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ഒപ്പിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒപ്പിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം ആരാണ്? അത് മ്യാൻമാർ ആണ്. ഓക്കെ, മ്യാൻമാർ. അപ്പം ഏറ്റവും കൂടുതൽ ഒപ്പിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം, ഏറ്റവും കൂടുതൽ ഒപ്പിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോപ്പ് പ്രൊഡ്യൂസർ ഓഫ് ഒപ്പിയം ഇൻ ദി വേൾഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആരാണ്? അത് മ്യാൻമാർ ആണ്. ഇതിനു മുമ്പ് അത് അഫ്ഗാനിസ്ഥാൻ ആയിരുന്നു. ഓക്കെ,
അപ്പൊ അഫ്ഗാനിസ്ഥാനും അതുപോലെ നമ്മുടെ ഗോൾഡൻ ക്രസന്റും ഗോൾഡൻ ട്രയാങ്കിളും വരുന്ന രാജ്യങ്ങളായിരുന്നു ടോപ്പിൽ നിന്നിരുന്നത്. പക്ഷെ അഫ്ഗാനിസ്ഥാനില് ഉണ്ടായ താലിബാന്റെ ഒക്കെ തകർച്ച കാരണം അവിടുത്തെ ആ ഒരു ഒപ്പിയം പ്രൊഡക്ഷൻ ഒക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്നത് മ്യാൻമാർ ആണ്. ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മ്യാൻമാർ ആണ്. അപ്പൊ മ്യാൻമാർ അഫ്ഗാനിസ്ഥാനെ ഓവർടേക്ക് ചെയ്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒപ്പിയം പ്രൊഡ്യൂസർ ആയിട്ട് മാറിയിട്ടുള്ളത്. ബാങ്കോക്ക് തായ്ലാൻഡില്, അതുപോലെ മ്യാൻമാർ, ഇതാണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒപ്പിയം പ്രൊഡക്ഷനിൽ ടോപ്പിൽ നിൽക്കുന്ന രാജ്യങ്ങൾ. ഈ ഒപ്പിയം ട്രാഫിക്കിംഗ് ഒപ്പിയം ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള രണ്ട് ടെർമിനോളജീസ് ആണ് ഗോൾഡൻ ക്രസന്റും അതുപോലെ തന്നെ ഗോൾഡൻ ട്രയാങ്കിളും എന്ന് പറയുന്നത്. ഏഷ്യയിലെ രണ്ട് പ്രധാനപ്പെട്ട ഇല്ലീഗൽ ഡ്രഗ് സൂപ്പർ ഹൈവേസ് ആണ് ഈ പറയുന്ന ഗോൾഡൻ ക്രസന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സെൻട്രൽ, സൗത്ത് ആൻഡ് വെസ്റ്റേൺ ഏഷ്യയുടെ ഭാഗമായിട്ടുള്ളതാണ് ഗോൾഡൻ ക്രസന്റ്. ഇതിന്റെ ഒരു സിസ്റ്റർ കൺസേൺ അല്ലെങ്കിൽ സിസ്റ്റർ നെറ്റ്വർക്ക് ആണ് ഗോൾഡൻ ട്രയാങ്കിൾ. അത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുമാണ്. അപ്പൊ ഗോൾഡൻ ക്രസന്റും ഗോൾഡൻ ട്രയാങ്കിളും രണ്ടും ഒപ്പിയം ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്ത സ്ഥലങ്ങളെ പറയുന്ന പേരാണ്. ഗോൾഡൻ ക്രസന്റ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ, സൗത്ത് ആൻഡ് വെസ്റ്റേൺ ഏഷ്യയുടെ ഭാഗവും ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഭാഗവുമാണ്. ഇതില് ഗോൾഡൻ ക്രസന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഈ രാജ്യങ്ങളുടെ മൗണ്ടെയിൻ റേഞ്ചസിൽ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഗോൾഡൻ ക്രസന്റ് എന്ന് പറയുന്നത്. ഏറ്റവും നമ്മൾ ഈ ഗോൾഡൻ ക്രസന്റും ഗോൾഡൻ ട്രയാങ്കിളും നോക്കുകയാണെങ്കിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളത് ഗോൾഡൻ ക്രസന്റ് ആണ്. ഏകദേശം ആ ഒരു ഒപ്പിയം ട്രേഡിംഗ് 1980s സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഈ ഒരു ഗോൾഡൻ ട്രയാങ്കിൾ കുറച്ചും കൂടി പോപ്പുലർ ആവാൻ തുടങ്ങി. എന്നാൽ ഗോൾഡൻ ക്രസന്റ് അതിനു മുൻപ് തന്നെ 1950s മുതൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഗോൾഡൻ ക്രസന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ, US ആ ഒരു 9/11 അറ്റാക്സിന്റെ ഒക്കെ സമയത്ത് ഒപ്പിയം പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ നടന്നിരുന്നത് ഈ ഒരു ഗോൾഡൻ ക്രസന്റിന്റെ സ്ഥലങ്ങളിലാണ്. അപ്പം എന്താണ് ഗോൾഡൻ ക്രസന്റ്, എന്താണ് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് അറിഞ്ഞിരിക്കുക. ഗോൾഡൻ ക്രസന്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഗോൾഡൻ ക്രസന്റ് വരുന്നത് വെസ്റ്റേൺ ഏഷ്യ, സെൻട്രൽ ആൻഡ് സൗത്ത് ഏഷ്യ ആണ്. ഗോൾഡൻ ട്രയാങ്കിൾ വരുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഭാഗവുമായിട്ടാണ്. അതായത് നമ്മുടെ തായ്ലൻഡ്, ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ തായ്ലൻഡ് വരും, അതുപോലെ നമ്മുടെ ടോപ്പ് പ്രൊഡ്യൂസർ ആയ മ്യാൻമാർ വരുന്നുണ്ട്, അതുപോലെ വിയറ്റ്നാം, ലാവോസ്. എന്നാൽ ഗോൾഡൻ ക്രസന്റ് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ ഇത്രയും രാജ്യങ്ങളാണ് ഗോൾഡൻ ക്രസന്റിൽ വരുന്നത്. Then 2024 ICC Under-19 മെൻസ് വേൾഡ് കപ്പിനെ ലീഡ് ചെയ്യുന്ന ഇന്ത്യൻ താരം ഉദയ് സാഹയാണ്. ആരാണ് 2024 ICC Under-19 മെൻസ് വേൾഡ് കപ്പ് നയിക്കുന്നത്? അത് ഉദയ് സാഹയാണ്. അടുത്തത് WTA പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ട് 2023 തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഇഗ സ്വിയാടെക് ആണ്. പോളിഷ് പ്ലെയർ ആണ്. പോളണ്ട് നാഷണാലിറ്റിയിലുള്ള ഇഗ സ്വിയാടെക് ആണ് വേൾഡിലെ തന്നെ നമ്പർ 1 ടെന്നീസ് പ്ലെയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. രണ്ടാമത്തെ വർഷമാണ് വീണ്ടും ഇഗ സ്വിയാടെക് ടോപ്പ് 1 വരുന്നത്. സെറീന വില്യംസിന് ശേഷം അടുപ്പിച്ച് ബാക്ക് ടു ബാക്ക് ആയിട്ട് ടോപ്പ് പ്ലെയർ ലിസ്റ്റിൽ വരുന്ന വനിതയും ഇഗ സ്വിയാടെക് ആണ്. Then സൈബീരിയൻ ടൈഗേഴ്സ്. ഓക്കെ, സൈബീരിയൻ ടൈഗേഴ്സിനെ റീസെന്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കിലേക്കാണ് ഈ സൈബീരിയൻ ടൈഗേഴ്സിനെ കൊണ്ടുവന്നത്. ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഡാർജിലിംഗിലാണ് സൈബീരിയൻ ടൈഗേഴ്സിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഡാർജിലിംഗിലെ പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കിലേക്കാണ്. ഓക്കെ, ഇപ്പൊ 12 വർഷമായിട്ട് ഇന്ത്യയിൽ സൈബീരിയൻ ടൈഗേഴ്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് ഡാർജിലിംഗിലെ പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കിലേക്കാണ്. സൈപ്രസിലെ പാഫോസ് സൂവിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ടേക്ക്
സൈബീരിയൻ ടൈഗേഴ്സിനെ കൊണ്ടുവന്നത് ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം വഴിയാണ്. ഇതിന് പകരമായിട്ട് അങ്ങോട്ടേക്ക് 2 റെഡ് പാണ്ടാസിനെയാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ കൊൽക്കത്തയിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ടിലായിരുന്നു ഈ സൈപ്രസ് പെഫോസ് സൂവിൽ നിന്ന് ഡാർജിലിംഗിലേക്കുള്ള നമ്മുടെ സൈബീരിയൻ ടൈഗേഴ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ അവസാനം ഉണ്ടായിരുന്ന സൈബീരിയൻ ടൈഗർ എന്ന് പറയുന്നത് കുനാൽ എന്ന് പറയുന്ന സൈബീരിയൻ ടൈഗർ ആയിരുന്നു. നൈനിറ്റാൾ സൂവിലായിരുന്നു അത് ഉണ്ടായിരുന്നത്. 2018 അത് മരിച്ചു. പ്രായമായിട്ട് 10-18 വയസ്സ് പ്രായമുള്ളപ്പോൾ ആ ഒരു പ്രായത്തിന്റെ മൂലം മരിച്ച കടുവയായിരുന്നു, സൈബീരിയൻ ടൈഗർ ആയിരുന്നു. പിന്നീട് അതിനുശേഷം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സൈബീരിയൻ ടൈഗർ എന്ന് പറയുന്നത് പത്മജ നായിഡുവിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഇത് രണ്ടുമാണ്. നമ്മുടെ ജയിലില് പ്രിസൺ ഇൻമേറ്റ്സിന്, എസ്പെഷ്യലി കണ്ണൂർ സെൻട്രൽ ജയിലിലെ പ്രിസൺ ഇൻമേറ്റ്സിന് അവരുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സമന്വയ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ പ്രോഗ്രാം ലോഞ്ച് ചെയ്ത യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്. അപ്പൊ 3 പോയിന്റുകൾ ഓർത്തിരിക്കുക. എന്താണ് സമന്വയ? കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഇൻമേറ്റ്സിന്, പ്രിസൺ ഇൻമേറ്റ്സിന് അവരുടെ വിദ്യാഭ്യാസം തുടരുന്നതിനായിട്ട്, സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമാണ് സമന്വയ എന്ന് പറയുന്നത്. ഈ സമന്വയ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയാണ്. ഏത് ജയിലിലെ ഇൻമേറ്റ്സിന്? കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഇൻമേറ്റ്സിന്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? അത് അഹമ്മദാബാദിലാണ്. സബർമതി മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ഹബ് ഇൻ അഹമ്മദാബാദിലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിർമ്മിക്കപ്പെടുന്നത്. അടുത്തതൊരു സ്കീമാണ് PM ജൻമൻ സ്കീം. ഓക്കെ, PM ജൻമൻ സ്കീം ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള സ്കീമാണ്? ഇത് പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സിനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ PVTG മിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയുള്ള മറ്റൊരു PVTG ഗ്രൂപ്പിന് വേണ്ടി മറ്റൊരു സ്കീമാണ് PM ജൻമൻ സ്കീം. ജൻജതി ആദിവാസി ന്യായ മഹാ അഭിയാൻ സ്കീം എന്നാണ് അതിന്റെ പേര്. പ്രധാനമന്ത്രി ജൻജതി ആദിവാസി ന്യായ മഹാ അഭിയാൻ. ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PVTG കമ്മ്യൂണിറ്റീസിനെ, ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, അവരുടെ ചലഞ്ചസുകളെ അഡ്രസ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഒരു മിഷൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും PVTG കമ്മ്യൂണിറ്റീസിന്റെയും കൊളാബറേഷനോട് കൂടി മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ സേഫ് ആയിട്ടുള്ള ഹൗസിംഗ് കൊണ്ടുവരിക. PM ആവാസ് സ്കീമിന്റെ അണ്ടറിലൂടെ ഈ ട്രൈബൽ ഗ്രൂപ്പ്സിന് വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുക, ഹെൽത്ത് കെയർ ഇംപ്രൂവ് ചെയ്യുക, അവരുടെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ, അവരുടെ ന്യൂട്രീഷൻ, അതുപോലെ തന്നെ അവരുടെ ആക്സസിബിലിറ്റി, റോഡ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ കണക്ടിവിറ്റി, നല്ല ലൈവ്ലിഹുഡുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു സ്കീമിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് COP28 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 28ാമത്തെ ആനുവൽ യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് മീറ്റിംഗ് നടന്നത് UAE-യിലാണ് നമ്മൾ പറഞ്ഞു. ഈ ഒരു മീറ്റിംഗില് പുതിയൊരു എഗ്രിമെന്റ് വന്നിട്ടുണ്ട്. അതായത് ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്, L&D ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഫണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് വേൾഡ് ബാങ്ക് ആണ്. COP28 പങ്കെടുത്ത രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് കൊണ്ടുവന്ന ഫണ്ടാണ് ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്. ഇത് വേൾഡ് ബാങ്ക് ആണ് അടുത്ത 4 വർഷത്തേക്ക് ഈ ഫണ്ട് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത് UNFCCയും പാരീസ് എഗ്രിമെന്റുമാണ്. ഈ ഒരു ഫണ്ടില് എല്ലാ കൺട്രീസും എലിജിബിൾ ആണ്. ഇതിന്റെ കോൺട്രിബ്യൂഷൻസ്, ഇതിനകത്തേക്ക് എമൗണ്ട് കൊടുക്കുന്നത് ഓരോ രാജ്യങ്ങളുടെയും ഇഷ്ടത്തിനനുസരിച്ചാണ്. വോളണ്ടറി ആയിട്ടാണ് ഇതിനകത്തേക്ക് കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ സാധിക്കുന്നത്. അതില്
ഒരു സ്പെസിഫിക് പെർസെൻറ്റേജ് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിനും സ്മോൾ ഐലൻഡ് ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സിനുമായിരിക്കും ഈ കോൺട്രിബ്യൂഷൻസിൽ നിന്നുള്ള എമൗണ്ടിന്റെ ഒരു പെർട്ടിക്കുലർ ശതമാനം കൊടുക്കുന്നത്. വളരെ താഴേക്കിടെ കിടക്കുന്ന അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ചെറിയ ഐലൻഡ് നേഷൻസിനുമായിരിക്കും അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുക. അതുപോലെ അടുത്ത 2 വർഷങ്ങൾ നടക്കാൻ പോകുന്നത് COP28 COP 30. 2024 COP 29, 2030 COP 30, അതായത് 2025 നടക്കാൻ പോകുന്നത്. അടുത്ത 2 വർഷത്തെയും ഹോസ്റ്റ് നേഷൻസ് എന്ന് പറയുന്നത് 24 അസർബൈജാനും അതുപോലെ തന്നെ 25 COP 30 ഹോസ്റ്റ് നേഷൻ ബ്രസീലുമാണ്. ഈ COP 28 ഇന്ത്യയുടെ ക്ലൈമറ്റ് ആക്ഷൻ ഇനിഷ്യേറ്റീവുകൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഗ്ലോബൽ റിവർ സിറ്റീസ് അലയൻസസ് GRCA കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യ. അതായത് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ, മിനിസ്ട്രി ഓഫ് ജൽശക്തിയുടെ അണ്ടറിൽ വരുന്നതാണ് GRCA എന്ന് പറയുന്നത്. ഇതിനെ നയിക്കുന്നതിന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് NMCG ആണ്. ഈ GRCA ലോഞ്ച് ചെയ്തത് COP 28 ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള അലിയൻസ് ആണ്. അതായത് ഏകദേശം 11 രാജ്യങ്ങളിലായിട്ട് 275ഓളം നദികളെ സമന്വയിപ്പിച്ച് അതിനാവശ്യമായിട്ടുള്ള മാനേജ്മെന്റ് പ്രാക്ടീസസിന് വേണ്ടിയിട്ടും അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഫണ്ടിങ് കൊടുക്കുക. ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിയൻസ് വരുന്നത്, GRCA. ഇത് ഇന്ത്യയാണ് ലോഞ്ച് ചെയ്തത്. ഈ COP 28 വെച്ചിട്ടാണ് ഇന്ത്യ അത് ലോഞ്ച് ചെയ്തത്. അപ്പം എന്താണ് GRCA എന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. COP 28 ഇന്ത്യ ലോഞ്ച് ചെയ്ത മിഷനാണ്. ഇന്ത്യയുടെ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഈ അലയൻസിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഏകദേശം 143ഓളം മെമ്പർ സിറ്റീസ്, ഇന്ത്യയിലെ 140ഓളം മെമ്പർ സിറ്റീസ് ഈ പറഞ്ഞ ഗ്ലോബൽ റിവർ സിറ്റീസിന്റെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. US-ലെയും ഡെൻമാർക്കിലെയും ഒക്കെ നദികൾ ഇതിൽ ഈ ഒരു അലയൻസിൽ പാർട്ട് ഓഫ് ദിസ് അലയൻസ് ആണ്. റിവർ കൺസർവേഷനും സസ്റ്റൈനബിൾ റിവർ മാനേജ്മെന്റും ആണ് ഉദ്ദേശം. ഏകദേശം 275ലധികം ഗ്ലോബൽ ലോകത്തുള്ള നദികൾ, 11 രാജ്യങ്ങളിലായിട്ട് കിടക്കുന്ന 275ഓളം നദികൾ ഇതിന്റെ ഭാഗമാണ്. ഇത് ലീഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയാണ്. മിനിസ്റ്റർ ഓഫ് ജൽശക്തിയുടെയും അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അർബൻ അഫയേഴ്സിന്റെയും അണ്ടറിൽ വരുന്ന നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയാണ് ഇതിന്റെ ലീഡിങ് അല്ലെങ്കിൽ സെക്രട്ടേറിയൽ റോള് പ്ലേ ചെയ്യുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന 11 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ ഉണ്ട്, ഈജിപ്ത്, നെതർലാൻഡ്സ്, ഡെൻമാർക്ക്, ഘാന, ഓസ്ട്രേലിയ, ഭൂട്ടാൻ, കംബോഡിയ, ജപ്പാൻ, USA, ഡെൻമാർക്ക്. ഇത്രയും രാജ്യങ്ങളാണ് മെയിൻ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട റിവർ സിറ്റീസ് ഹേഗ് ഉണ്ട്, അഡിലെയ്ഡ് ഉണ്ട്, സ്ലോണോക്ക് ഉണ്ട്. ഇതൊക്കെയാണ്. ഇത് കൂടാതെ വേറെയും സിറ്റീസ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റീസ് ഇതൊക്കെയാണ്. ഇത് ഫണ്ട് ചെയ്യുന്നത് വേൾഡ് ബാങ്കിന്റെ ഫണ്ടിങ് ഉണ്ട്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഫണ്ടിങ് ഉണ്ട്, AIIB ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെയും ഫണ്ടിങ് ഉണ്ട്. urban വാട്ടർ മാനേജ്മെന്റ് ആണ് മെയിൻ ആയിട്ട്. urban പ്ലാനിങ്ങിൽ urban വാട്ടർ മാനേജ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് അതിന്റെ പ്രധാന ഉദ്ദേശമാണ്. നമാമി ഗംഗയും മിസിസിപ്പി റിവർ സിറ്റീസ് ആൻഡ് ടൗൺസ് ഇനിഷ്യേറ്റീവിന്റെ ഒക്കെ ഒരു കൊളാബറേഷൻ ഇതിൽ നടക്കുന്നുണ്ട്. റിവർ ബേസ്ഡ് ആയിട്ടുള്ള സിറ്റീസിൽ ബെറ്റർ റിവർ ഹെൽത്തും അവിടുത്തെ ലിവബിലിറ്റിയും ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് ഇതിന്റെ ഒരു ഉദ്ദേശമാണ്. സസ്റ്റൈനബിൾ ആയിട്ട് അർബൻ ഏരിയാസിലെ റിവർ മാനേജ് ചെയ്യുക, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഈ നമ്മുടെ റിവർ സിറ്റീസ് അലയൻസ് GRCA ഗ്ലോബൽ റിവർ സിറ്റീസ് ആണ്. അതിന്റെ ഒരു പ്രെഡിസസർ ആയിരുന്നു റിവർ സിറ്റീസ് അലയൻസ്. ഇത് ഇന്ത്യയിലെ നദികൾക്ക് വേണ്ടിയിട്ടായിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്തത്. 2021 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇന്ത്യയുടെ അടുത്തൊരു ഇനിഷ്യേറ്റീവ് ആണ് ഗ്രീൻ ക്രെഡിറ്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഗ്രീൻ ക്രെഡിറ്റ് ഇനിഷ്യേറ്റീവ് ഇതും COP 28 ലോഞ്ച് ചെയ്തത്. മിഷൻ ലൈഫിനോട് ചേർന്ന് പോകുന്ന അല്ലെങ്കിൽ അതുമായിട്ട് അലൈൻ ചെയ്തിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ്. അതായത് ഓരോ വ്യക്തികളുടെയും കാർബൺ ഫുട് പ്രിന്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഓക്കെ, അതായത് വേസ്റ്റ് ആയിട്ട് എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനം വേസ്റ്റ് ആക്കി മാറ്റാതെ അതിന് വളരെ വ്യക്തമായ രീതിയിൽ പ്രോപ്പർ ആയിട്ട് റീയൂസ് ചെയ്യുക
മൈൻഡ്ഫുൾ യൂട്ടിലൈസേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ഇന്ത്യയുടെ അടുത്ത ഒരു ഇനിഷ്യേറ്റീവ് ആണ് ലീഡ് IT 2.0. അതായത് ലോ കാർബൺ ടെക്നോളജിയും അതിനാവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസും മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുക, അതിനുവേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുക. കോ ഡെവലപ്മെന്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ലോ കാർബൺ ടെക്നോളജി ആണ് ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അടുത്തത് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സബ്മിറ്റ്. ഇത് നടന്നത് ന്യൂഡൽഹിയിലാണ്. 28 രാജ്യങ്ങളും അതുപോലെ യൂറോപ്യൻ യൂണിയനും ഇതിന്റെ ഭാഗമായിരുന്നു. ഈ പാർട്ട്ണർഷിപ്പിൽ വന്ന ഡിക്ലറേഷൻ ആണ് ന്യൂഡൽഹി ഡിക്ലറേഷൻ. ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന റിസ്കുകൾ കുറയ്ക്കുക, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ക്രിട്ടിക്കൽ ആയിട്ടുള്ള റിസോഴ്സുകൾ ഇക്വിറ്റബിൾ ആയിട്ട് ഷെയർ ചെയ്യുക. ഇതാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് കൊണ്ടുള്ള പ്രധാന ഉദ്ദേശം. 2020 ഈ ഒരു ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോഞ്ച് ചെയ്തത്. മെയിൻ ആയിട്ടുള്ള എയിം നമ്മുടെ പ്രാക്ടീസിലും തിയറിയിലും, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രാക്ടീസും തിയറീസും തമ്മിലുള്ള ഗ്യാപ്പ് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ രാജ്യങ്ങൾക്കും ഇതിലേക്കുള്ള മെമ്പർഷിപ്പ് ഓപ്പൺ ആണ്. അത് ഏത് രാജ്യങ്ങളും എമർജിംഗ് ആവാൻ ഡെവലപ്പിംഗ് നേഷൻസ് ആവാം, ആർക്കും ഇതിൽ മെമ്പേഴ്സ് ആവാം. കറന്റ്ലി ഇന്ത്യ ആദ്യം 15 ഫൗണ്ടിങ് മെമ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ 29 മെമ്പർ സ്റ്റേറ്റ്സ് ഉണ്ട്. യൂറോപ്യൻ യൂണിയനും ഇതിൽ മെമ്പറാണ്. ഇന്ത്യ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിന്റെ സെക്രട്ടേറിയറ്റ് വരുന്നത് പാരീസിലാണ്. OECയുടെ സെക്രട്ടേറിയറ്റിലാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും വരുന്നത്. ഓരോ വർഷവും പ്രസിഡൻസി ഇങ്ങനെ ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ടേയിരിക്കും. 2022-23 ഇന്ത്യയായിരുന്നു പ്രസിഡൻസി. ഫൗണ്ടിങ് മെമ്പേഴ്സിൽ ഓസ്ട്രേലിയ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഇറ്റലി, ജപ്പാൻ, മെക്സിക്കോ, ന്യൂസിലൻഡ്, റിപ്പബ്ലിക് ഓഫ് കൊറിയ, സിംഗപ്പൂർ, സ്ലൊവേനിയ, UK, US, EU, യൂറോപ്യൻ യൂണിയൻ. ഇത്രയും രാജ്യങ്ങളും ഈ യൂറോപ്യൻ യൂണിയനുമാണ് ഫൗണ്ടിങ് മെമ്പേഴ്സിൽ ഉണ്ടായിരുന്നത്. ഇതിനടുത്ത് അമൃത് ടെക്നോളജി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മദ്രാസ് IIT മദ്രാസ് ഡെവലപ്പ് ചെയ്ത ഒരു ടെക്നോളജിയാണ് അമൃത് ടെക്നോളജി. ഇതിന്റെ ഉദ്ദേശം ആർസെനിക്കും മറ്റ് മെറ്റൽ അയോൺസും വെള്ളത്തിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നതാണ്. ഇതൊരു പ്യൂരിഫയർ ആണ് ആക്ച്വലി. ആർസെനിക് ആൻഡ് മെറ്റൽ റിമൂവൽ ബൈ ഇന്ത്യൻ ടെക്നോളജി എന്നാണ് അതിന്റെ ഫുൾ ഫോം. അമൃതിന്റെ ഫുൾ ഫോം ആർസെനിക് ആൻഡ് മെറ്റൽ റിമൂവൽ ബൈ ഇന്ത്യൻ ടെക്നോളജി. ആർസെനിക് ഒരു കെമിക്കൽ എലമെന്റ് ആണ്. AS ആണ് അതിന്റെ സിമ്പിള്. നാച്ചുറൽ ആയിട്ട് എർത്തിന്റെ ക്രസ്റ്റിൽ കാണുന്ന ഒരു എലമെന്റ് ആണ്. IIT മദ്രാസ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അടുത്തൊരു ട്രൈബാണ് കോയ ട്രൈബ്സ്. ആന്ധ്രാപ്രദേശിലെ വളരെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ട്രൈബ്സ് ആണ് കോയ ട്രൈബ്സ്. അടുത്ത പാപ്പിനക്കൊണ്ട ഹിൽ റേഞ്ചിലാണ് ഇവര് താമസിക്കുന്നത്. ഇവര് പ്രധാനമായിട്ടും നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന ഇവരുടെ കയ്യിലിരിക്കുന്ന ഒരു പെരുമ്പറ, അതിന്റെ പേരാണ് പെർമാക്കോർ എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യൻ ബൈസന്റെ കാട്ടുപോത്തിന്റെ കൊമ്പായിരുന്നു. പക്ഷെ ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്ത്യൻ ബൈസന്റെ ഹോൺസ് ഉപയോഗിക്കുന്നവരെ നിർത്തിയിട്ട് പകരം പാം ലീവുകൾ ഉപയോഗിക്കാനായിട്ട് അവർ തീരുമാനമായി. ഒരു ട്രഡീഷണൽ ഫ്ലൂട്ടാണ്, പെരുമ്പറയാണിത്. അതൊരു എക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസസ് കൊണ്ടുവരിക, മൃഗങ്ങളെ ഉപദ്രവിക്കാതെ എക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസസ് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യൻ ബൈസൺസിന്റെ ഹോൺസ് റിമൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന് പകരം ഈ പാം ലീവ്സ് അവർ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ആക്ച്വലി ഇന്ത്യൻ ബൈസൺസിന്റെ ഹോൺസിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ ഫ്ലൂട്ടാണ് പെർമാക്കോർ എന്ന് പറയുന്നത്. ഇപ്പൊ പകരം അവർ ഉപയോഗിക്കുന്നത് പാം ലീവുകളാണ്. ഈ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടും സെലിബ്രേഷൻസിന്റെ സമയത്തും അവരുടെ ഫെസ്റ്റിവൽസിന്റെ സമയത്തും ഒക്കെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ പെർമാക്കോർ എന്ന് പറയുന്നത്. പിന്നെ ഓർത്തിരിക്കുക, പാപ്പിനക്കൊണ്ട നാഷണൽ പാർക്ക് അത് ആന്ധ്രാപ്രദേശിലാണെന്ന് ഓർത്തിരിക്കുക. ഈ പാപ്പിനക്കൊണ്ട ഹിൽ റേഞ്ചിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ബൈസൺ ഹിൽ റേഞ്ച് എന്നും അത് അറിയപ്പെടും. അടുത്തത് ഓപ്പറേഷൻ സ്റ്റോം മേക്കേഴ്സ് 2. ഇന്റർപോളിന്റെ ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സ്റ്റോം മേക്കേഴ്സ് 2 എന്ന് പറയുന്നത്.
അതായത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൽ ഉപയോഗിക്കുന്ന സൈബർ ഫ്രോഡുകൾക്കെതിരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള ഇന്റർപോളിന്റെ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സ്റ്റോം മേക്കേഴ്സ് 2. അതായത് പാസ്പോർട്ടുകള് കള്ള പാസ്പോർട്ട് ഉണ്ടാക്കുക, കറപ്ഷൻസ് നടത്തുക, ടെലികമ്മ്യൂണിക്കേഷൻസിൽ ഫ്രോഡ് കൊണ്ടുവരിക, സെക്ഷുവലി എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ഹ്യൂമൻ ട്രാഫിക്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത സൈബർ ഫ്രോഡ്. അപ്പൊ ഹ്യൂമൻ ട്രാഫിക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സൈബർ ഫ്രോഡിനെതിരെ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യാനും കണ്ടെത്താനുമായിട്ടുള്ള ഇന്റർപോളിന്റെ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സ്റ്റോം മേക്കേഴ്സ് 2. ബണ്ണി ഗ്രാസ്ലാൻഡ് ഗുജറാത്തിലെ ഗ്രാസ്ലാൻഡ് ആണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്രാസ്ലാൻഡ് ആണ് ബണ്ണി ഗ്രാസ്ലാൻഡ്. ഇന്ത്യയിലെ ചീറ്റാസിന് വേണ്ടിയിട്ടുള്ള ഒരു അവശേഷിക്കുന്ന ഏക ഹാബിറ്റാറ്റ് ഈ ബണ്ണി ഗ്രാസ്ലാൻഡ് ആണ്. റീസെന്റ് ചീറ്റ കൺസർവേഷൻ ബ്രീഡിങ്ങിന് വേണ്ടി ഗുജറാത്തിലെ കച്ച് ഡിസ്ട്രിക്റ്റിലെ ബണ്ണി ഗ്രാസ്ലാൻഡ് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ്. അതുകൊണ്ടാണ് ന്യൂസിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം എവിടെയാണ്? ഗുജറാത്തിലാണ് ബണ്ണി ഗ്രാസ്ലാൻഡ്. ചീത്താസിന്റെ ഹാബിറ്റാറ്റ് ആണ്. ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ഗ്രാസ്ലാൻഡ് ആണ്. സോ ഇത്രയുമാണ് ഈ വീക്കിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സ്. താങ്ക് യു ഓൾ. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.